രാജ്യത്തെ യുവതീ-യുവാക്കളെ ഇത്രയധികം അവഗണിച്ച ഒരു ബഡ്ജറ്റ് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. യുവാക്കളോട് യുദ്ധപ്രഖ്യാപനം നടത്തുന്ന ബഡ്ജറ്റാണ്. രാജ്യത്തെ ഏറ്റവും ഗുരുതരമായ രണ്ട് പ്രശ്നങ്ങൾ, ഒന്ന് തൊഴിലില്ലായ്മയും രണ്ട് വിലക്കയറ്റവുമാണ്. അതിൽ തൊഴിലില്ലായ്മ എന്ന പദത്തെപ്പോലും ബഡ്ജറ്റിൽ നിന്ന് മാറ്റി നിർത്താൻ നിർമ്മല സീതാരാമൻ മോദി സർക്കാർ പരിശ്രമിച്ചു. അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. രാജ്യത്ത് തൊഴിലില്ലായ്മ അതീവ രൂക്ഷമാണ്. സ്ഥിരം നിയമനങ്ങളൊന്നും നടക്കുന്നില്ല. ഉള്ളത് കോൺട്രാക്ട് ലേബറിംഗ് ആണ്. അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾ രാജ്യത്ത് സ്ഥിര വരുമാനമില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. പക്ഷേ ഈ പ്രശ്നത്തെ ബഡ്ജറ്റിൽ അഭിസംബോധന ചെയ്തിട്ടേയില്ല. അൺഎംപ്ലോയ്മെന്റിന് നേരെ, തൊഴിലില്ലായ്മയ്ക്കു നേരെ കണ്ണടച്ചിരുട്ടാക്കാനാണ് നിർമ്മല സീതാരാമൻ ഈ ബഡ്ജറ്റിലൂടെ ശ്രമിച്ചത്. അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപുള്ള ഒരു ബഡ്ജറ്റ് എന്ന നിലയിൽ യുവതി യുവാക്കളെ ഏതെങ്കിലും തരത്തിൽ പ്ലീസ് ചെയ്യുന്നതിനുള്ള എന്തെങ്കിലും ഒരു പ്രഖ്യാപനം ഇതിലുണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷേ രാജ്യത്തെ വോട്ടർമാരിലെ പ്രബല വിഭാഗമായ യുവതി യുവാക്കളെ അങ്ങേയറ്റം അവഗണിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് ബഡ്ജറ്റാണ് ഈ ബഡ്ജറ്റായി ഉണ്ടായതെന്നുള്ളതാണ് പ്രധാനമായും പറയാനുള്ളത്. വേറൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മുടെ രാജ്യത്തെ തൊഴിൽ മേഖലയിലെ ഏറെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് അസംഘടിത വിഭാഗം. രാജ്യത്തെ ഗിഗ് വർക്കേഴ്സ്, സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ അത്തരം കമ്പനികളുടെ കീഴിൽ ജോലി ചെയ്യുന്നവർ, അതോടൊപ്പം തന്നെ മറ്റസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന നിരവധി പേർ, ന്യൂ ജനറേഷൻ ബാങ്കുകളിൽ, അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ ഇവിടെ ഇവർക്കൊന്നും ആവശ്യമായി. ഇതാണ് രാജ്യത്തിന്റെ തൊഴിൽ ശക്തിയിലെ യുവതി യുവാക്കൾ ഇന്ന് ആശ്രയിക്കുന്നത്. സ്ഥിരം തൊഴിലവസരങ്ങൾ രാജ്യത്ത് ഗണ്യമായി കുറഞ്ഞതിനു ശേഷം രാജ്യത്തെ യുവതി യുവാക്കൾ പ്രധാനമായി ആശ്രയിക്കുന്ന മേഖല ഇതാണ്. ഈ മേഖലയിലെ ലക്ഷക്കണക്കിന് യുവതി യുവാക്കൾ പ്രതീക്ഷ നൽകുന്ന ഒരു സ്കീമും ഈ ബഡ്ജറ്റിലില്ല. അതിനെക്കുറിച്ച് പരാമർശിക്കുന്നേയില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ രാജ്യത്ത് ഈ IT അനുബന്ധ മേഖലകളിൽ ജോലി ചെയ്യുന്ന അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾ പല കമ്പനികളിലും പിരിച്ചുവിടൽ നടക്കുന്നു. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉടലെടുക്കുന്നു. ജോലി സ്ഥിരത വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി ഈ മേഖലയിൽ ഉയർന്നു വരുന്നു. ആ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ, പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനോ നിലവിലുള്ള വേക്കൻസികൾ ഫില്ലപ്പ് ചെയ്യുന്നതിനോ അതോടൊപ്പം തന്നെ അസംഘടിത മേഖലയിലെ ഇത്തരം പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാനോ ശ്രമിച്ചില്ല. അങ്ങേയറ്റം യുവജന വിരുദ്ധമായ ബഡ്ജറ്റാണിത് എന്ന് ഏതൊരാൾക്കും മനസ്സിലാകും. വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത്, അത് എക്കണോമിക് സർവേ നടപ്പിലാക്കാതെ ബഡ്ജറ്റ് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കാതെ പോയി എന്നുള്ളതാണ്, പ്രസിദ്ധീകരിക്കാതെ പോയി എന്നുള്ളത്. അത് രാജ്യത്തിന്റെ കീഴ്വഴക്കങ്ങൾക്ക് അങ്ങേയറ്റത്തെ വിരുദ്ധമാണ്. നാളിതുവരെയുള്ള രാജ്യത്തിന്റെ ചരിത്രത്തിൽ എക്കണോമിക് സർവേ റിപ്പോർട്ട് അവതരിപ്പിക്കാതെ ബഡ്ജറ്റിലേക്ക് പോകില്ല. എന്താണ് എക്കണോമിക് സർവേ റിപ്പോർട്ട്? രാജ്യത്തെ സംബന്ധിച്ച് സാമ്പത്തിക മേഖലയിലെ പശ്ചാത്തലത്തെ വിശദീകരിക്കുന്നതാണ് എക്കണോമിക് സർവേ റിപ്പോർട്ട്. എന്ത് പശ്ചാത്തലത്തിലാണ് ഈ ബഡ്ജറ്റ് വരുന്നത്, ഏത് പശ്ചാത്തലത്തിലാണ് രാജ്യം നിൽക്കുന്നത്, ഇതെല്ലാം വ്യക്തമാക്കുന്നതാണ് എക്കണോമിക് സർവേ റിപ്പോർട്ട്. എന്തുകൊണ്ടാണ് എക്കണോമിക് സർവേ റിപ്പോർട്ട് വെക്കാത്തത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണം. വളരെ യുക്തിസഹമായ വിശദീകരണം നൽകണം. കീഴ്വഴക്കങ്ങളില്ലാതെ അങ്ങേറ്റം ധിക്കാരത്തോടെ ഒരു ബഡ്ജറ്റിനെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ഞങ്ങൾ എക്കണോമിക് സർവേ റിപ്പോർട്ട് അവതരിപ്പിക്കില്ല, ഞങ്ങൾക്ക് മനസ്സില്ല, ഞങ്ങൾ തൊഴിലില്ലായ്മയെക്കുറിച്ച് പറയില്ല, വിലക്കയറ്റത്തെക്കുറിച്ച് പറയില്ല. വിലക്കയറ്റത്തെ നേരിടുന്നതിനുള്ള എന്തെങ്കിലും ഒരു നടപടി ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ കർഷകർ, രാജ്യത്തെ കർഷകർ സമരത്തിലാണ്. വീണ്ടും ട്രാക്ടർ പ്രക്ഷോഭവുമായി അവർ വരികയാണ്. രാജ്യത്തെ കർഷകർക്ക് കൊടുത്ത ഉറപ്പ് പാലിച്ചിട്ടില്ല. അതേസമയം ധിക്കാരത്തോടു കൂടി കാർഷിക മേഖലയിൽ ഇന്ന് ചെയ്തിരിക്കുന്ന കാര്യം എന്താണ്? കാർഷിക മേഖലയെ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം ചെയ്യുക. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ജനങ്ങൾ വളരെ ആശങ്കയിലാണ്. അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, പദ്ധതി, അവരെ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഒന്നുമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അങ്ങേയറ്റം യുവജന വിരുദ്ധമാണ്, അങ്ങേയറ്റം ധിക്കാരത്തോടെയാണ്. സമീപകാലത്ത് രാജ്യത്തുണ്ടായ തിരഞ്ഞെടുപ്പ് വിജയങ്ങൾ, അതോടൊപ്പം തന്നെ തങ്ങളുടെ കയ്യിലെ വിഷലിപ്തമായ വർഗീയത എന്ന ആയുധം, ഇത് രണ്ടും വെച്ച് ഞങ്ങൾ ജയിച്ചോളാം എന്ന ധിക്കാരമാണ് BJP സർക്കാരിനെ നയിക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തെ തൃപ്തിപ്പെടുത്തുന്ന യാതൊന്നും ബഡ്ജറ്റിലില്ല. സാമ്പത്തിക സർവേ റിപ്പോർട്ട് അവതരിപ്പിക്കാതെ അങ്ങേയറ്റം കീഴ്വഴക്കങ്ങളെ ലംഘിക്കുന്നു. അങ്ങേയറ്റം നിരാശാജനകമായ ബഡ്ജറ്റ് എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുപോലെ
ഇതുപോലെ ബഡ്ജറ്റിനെ ലാഘവത്തോടെ കാണുന്ന ഒരു കാലമുണ്ടോ എന്ന് തന്നെ അറിയാം. മറ്റൊരു ഭാഗം പറയാനുള്ളത് കേരളത്തോടുള്ള തന്നെയാണ്. 3 റെയിൽവേ ഇടനാഴികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ 3 റെയിൽവേ ഇടനാഴികളിൽ കേരളം ഭാഗമാകുമോ? കേരളം പ്രതീക്ഷയുടെ കാക്കുകയാണ്. മറുപടി പറയണം. രാജ്യത്തെ പുതിയ മെഡിക്കൽ കോളേജുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിലുള്ള ഹോസ്പിറ്റലുകൾ മെഡിക്കൽ കോളേജിലാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ സംബന്ധിച്ചൊരു സമിതി രൂപീകരിക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്താണ് കേരളത്തോടുള്ള സമീപനം? കേരളത്തിലെ യുവതി യുവാക്കളെ സംബന്ധിച്ച്, രാജ്യത്തെ പൊതുവിലുള്ള യുവതി യുവാക്കളെ സംബന്ധിച്ച് അങ്ങേയറ്റം നിരാശാജനകമാണ് ഈ ബഡ്ജറ്റ് എന്നാണ് പ്രതിഷേധിച്ചിട്ടുള്ളത്.